ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ മെസ്സേജ് വിടുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേരൊക്കെ മെസ്സേജ് വിട്ടായിരുന്നു. നിങ്ങൾ മെസ്സേജ് വിട്ട എല്ലാവർക്കും താങ്ക്സ്. എൻ്റെ കഴിയുന്നതും ഞാൻ മറുപടി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫ്ലൂസിയോട് ചേർന്ന് വന്നിട്ടുള്ള ചില അപ്ഡേറ്റുകളാണ്. കാര്യമായിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 2 ക്ലിക്ക് ഡേ ആണ് കഴിഞ്ഞത്. ഒന്ന് 5-ാം തീയതിയും രണ്ടാമത് 7-ാം തീയതിയും. ഇനി ഈ വരുന്ന 12-ാം തീയതി മറ്റൊരു ക്ലിക്ക് ഡേയും കൂടിയുണ്ട്. അതായത് അഗ്രികൾച്ചർ സീസൺ വിസ, അഗ്രികൾച്ചർ അതുപോലെ തന്നെ ടൂറിസം, ഹോട്ടൽ ഫീൽഡിലൊക്കെയുള്ള വരുന്നത് ഈ 12-ാം തീയതിയാണ്. 1,10,000 പേര് മറ്റുമാണ് അതിനെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു TGCOM24 എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനലിൽ ഒരു പേപ്പറിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ് സൈറ്റിലും ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അപേക്ഷിച്ച ആളുകളെ അപേക്ഷിച്ച് ഈ വർഷം അപേക്ഷകരുടെ എണ്ണം കുറവാണെന്ന്. അതായത് കഴിഞ്ഞ വർഷം 1,51,000 പേരെ എടുക്കുന്ന സ്ഥാനത്ത് 6.5 ലക്ഷം അപേക്ഷകരുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം 1,81,000 പേരെ എടുക്കുന്ന സ്ഥാനത്ത് അവരുടെ അപേക്ഷയുടെ എണ്ണം എന്ന് പറയുന്നത് 1,64,787 പേരാണ് അതിനുവേണ്ടി അപേക്ഷിച്ച മീൻസ് ഈ സൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ ഫോം എല്ലാം പൂരിപ്പിച്ച ആളുകളുടെ കണക്ക് 100% പൂരിപ്പിച്ച ആളുകളുടെ കണക്ക് പറയുന്നത് 1,64,787 പേരാണ് ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സംശയം ഉണ്ടാവും, അങ്ങനെയാണ് എങ്കിൽ ഞാൻ ഈ അപേക്ഷിച്ച ഇത് എല്ലാവർക്കും കിട്ടുകയില്ലെന്ന്. കാരണം 1,67,000 പേര് 65,000 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളൂ. 1,81,000 പേരെ ഗവൺമെൻറ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുകയില്ലേ എന്നൊരു സംശയം ഉണ്ടാകാം. പക്ഷെ അവിടെ ഒരു വ്യത്യാസം എന്ന് എനിക്ക് തോന്നുന്നത്, അതായത് ചില സെക്ടറിൽ എക്സാമ്പിൾ ഇപ്പം നമ്മൾ കൂടുതൽ പേരും അപേക്ഷിച്ചിരിക്കുന്നത് ഈ അസിസ്റ്റൻ്റ്, നമ്മുടെ കെയർ ടേക്കറായിട്ട് അല്ലെങ്കിൽ വയസ്സായ ആളുകൾ നോക്കുന്ന ജോലി, അതുപോലെ തന്നെ ബേബി സിറ്റർ ആയിട്ടുള്ള ജോലിക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ഭാഗവും അപേക്ഷിച്ചിരിക്കുന്നത്. ആ സെക്ടറിലേക്ക് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് 10,000 പേരെയാണ്. എന്നാൽ ഏകദേശം 45,000 പേര് ആ സെക്ടറിലേക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 7-ാം തീയതി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല. എന്നാൽ മറ്റ് ചില സെക്ടറുകൾക്ക് ഈ പറയുന്ന അപേക്ഷകർ ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ 12-ാം തീയതി വരുന്ന ക്ലിക്ക് ഡേ ഉണ്ട്. അതായത് ടൂറിസം മേഖലയ്ക്ക് വേണ്ടിയിട്ട് 1,10,000 പേരെയാണ് ഗവൺമെൻറ് എടുക്കുന്നത്. എന്നാൽ ഈ 1,10,000 പേരിൽ 30% ആളുകളെ എടുക്കുന്നത് ഏകദേശം ജൂലൈ മാസത്തോടു കൂടിയാണ്. അന്നും ചെറിയൊരു ക്ലിക്ക് ഡേ ഉണ്ട്. അന്ന് 70% ആളുകളെയാണ് ഇന്നത്തെ ഈ ക്ലിക്ക് ഡേയിലൂടെ ഗവൺമെൻറ് എടുക്കുന്നത്. ബാലൻസ് വരുന്നത് 30% പിന്നീട് അടുത്ത ക്ലിക്ക് ഡേയിലൂടെയാണ് ഗവൺമെൻറ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കണക്കുകൾ കിട്ടണം. എത്ര പേര് ഈ അന്നത്തെ ദിവസം ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കണക്ക് ഗവൺമെൻറ് വിട്ടിട്ടില്ല. ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഈ ക്ലിക്ക് ഡേ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് വിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുവരെ നിങ്ങൾ ആർക്കും ഇത് കേട്ടതുകൊണ്ട് ഇത്ര ആളുകൾക്ക് ഇനി കിട്ടും എന്നുള്ളത് ആർക്കും പൈസയൊന്നും കൊടുക്കാൻ വരട്ടെ. ഇതിൻ്റെ അധികം വൈകാതെ തന്നെ റിസൾട്ട് അറിയുമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇത് ഗവൺമെൻറ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഒരുപാട് ഫേക്ക് വിസകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഗവൺമെൻറ് പറയുന്നുണ്ടെങ്കിലും പലരും പറയുന്നുണ്ട്, അതായത് ഈ 2 മാസം കൊണ്ട് ഇത്രയും ആളുകളുടെ ഇത് നോക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് എന്നും പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ട് അപ്ഡേറ്റുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അറിയിക്കുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് അടിച്ച് പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.